കാറുകൾ നിലവിൽ വരുന്നതിന് മുമ്പ് ലോകം തികച്ചും വ്യത്യസ്തമായ ഒരു വേഗതയിലാണ് സഞ്ചരിച്ചിരുന്നത്. യാത്രകൾ മന്ദഗതിയിലുള്ളതും കഠിനവും പലപ്പോഴും പ്രവചനാതീതവുമായിരുന്നു. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ആളുകൾ കുതിരകളെയും ഒട്ടകങ്ങളെയും കുതിരവണ്ടികളെയും ആശ്രയിച്ചിരുന്നു. നൂറ്റാണ്ടുകളോളം ഭൂഖണ്ഡങ്ങളിലുടനീളം ഇതായിരുന്നു പ്രധാന ഗതാഗത മാർഗം. റോഡുകൾ ദുർഘടമായിരുന്നു, യാത്രകൾ ദൈർഘ്യമേറിയതും, ദൂരമെന്നത് വ്യാപാരത്തിനും ആശയവിനിമയത്തിനും പര്യവേക്ഷണത്തിനും ഒരു വലിയ തടസ്സവുമായിരുന്നു. ഇന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു യാത്ര അക്കാലത്ത് ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാം. ജീവിതം കൂടുതൽ പ്രാദേശികമായി പരിമിതപ്പെട്ടിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം എന്നത് ഒരു സൗകര്യത്തെക്കാൾ ഉപരിയായി ഒരു പ്രത്യേകാവകാശമായിരുന്നു. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ വ്യവസായ വിപ്ലവം സമൂഹത്തെ മാറ്റിമറിക്കാൻ തുടങ്ങിയതോടെ പുതിയ ആശയങ്ങൾ ഉയർന്നുവന്നു. ഫാക്ടറികളിൽ കായിക അധ്വാനത്തിന് പകരം നീരാവിയിലും പിന്നീട് വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ വന്നു. ഈ കാലഘട്ടം നവീകരണത്തിനും ജിജ്ഞാസയ്ക്കും വഴിയൊരുക്കി. മൃഗങ്ങളെ ആശ്രയിക്കാതെ സ്വയം ചലിക്കാൻ കഴിയുന്ന ഒരു വാഹനത്തെക്കുറിച്ച് ഭാവനയിൽ കാണാൻ ഇത് ഉപജ്ഞാതാക്കളെ പ്രേരിപ്പിച്ചു. അക്കാലത്ത് അതൊരു വിപ്ലവകരമായ ആശയമായിരുന്നു, പക്ഷെ അത് താമസിയാതെ യാഥാർത്ഥ്യമായി.